ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധം നേരിടാൻ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നിരിക്കുകയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗണ്ണുകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. സമരത്തിൽ പങ്കെടുക്കുന്ന പെൺകുട്ടികൾക്ക് നേരെ പോലീസ് ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള പരാതിയും CJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ ഇന്ന് 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. ഇതിനിടെ ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്ര സർക്കാർ അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു. ഡൽഹിയിൽ 20-ാം തീയതി നടന്ന വിദ്യാർത്ഥികളുടെ പാർലമെന്റ് മാർച്ച് നേരിടുന്നതിനിടെ പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. നേരത്തെ ഡൽഹി പോലീസ് ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. എന്നാൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ പരിക്കുകൾ പെല്ലറ്റ് ഗണ്ണിൽ നിന്നുള്ള ബുള്ളറ്റുകളെ തുടർന്ന് ആണ് എന്ന കാര്യമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. फ्यूचर पे गोली चलाए हैं. धर्मेंद्र प्रधान is a criminal education minister. He has to be removed. He is a symbol of the collapse of our education system. मेरा नाम साहिल है. मैं बस अपने लिए जस्टिस की मांग करता हूँ. इनकलाब जिंदाबाद. ഏതായാലും വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗൺ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കാൻ ജന്തർ മന്ദിറിലേക്ക് ആളുകൾ വരുന്നതിന് തടയുന്നതിനാണ് ഈ 18ഓളം മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരുന്നത്. പക്ഷേ ആ നിയന്ത്രണം നിലനിൽക്കുന്നതിനിടയിലും നൂറുകണക്കിന് പേരാണ് ഇന്നും ജന്തർ മന്ദിറിലെ സമരവേദിയിൽ എത്തുകയും ചെയ്തത്. ഇതിനിടെയാണ് സുപ്രീം കോടതി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ ഇന്ന് നടത്തിയിരിക്കുന്നത്. കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് ചോദ്യപേപ്പർ ചോർച്ച അനന്തമായി ഉണ്ടാകാൻ വേണ്ടി അനുവദിക്കില്ല എന്നതാണ്. 10 ദിവസത്തിനുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ ഒരു ശുപാർശ കൈമാറാമെന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ജന്തർ മന്ദിറിൽ സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തുന്ന നടപടികൾക്കെതിരെ അതിശക്തമായ വിമർശനവുമായി കോക്രോച്ച് ജനതാ പാർട്ടിയും ഇന്ന് രംഗത്തെത്തി. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.